കർത്താവിനെ സ്നേഹിക്കുന്നവർ അവൻ പറയുന്നു, എന്നോട് കൂടെ ജീവിക്കണമെങ്കിൽ നീ സ്നാനമേൽക്കണം, അതിനു മുമ്പ് മാനസാന്തരപ്പെടണം, ഇന്നേവരെ പാപമോചനം നേടിത്തരുവാൻ കഴിയാതെ നിങ്ങളുടെ പിതൃപാരമ്പര്യത്തെ തള്ളിക്കളയണം. ഇതാ പൗലോസ് അന്യൻ ചൊൽ കേട്ടേ ഈ ദൈവം എന്നൊക്കെ നമ്മൾ പാടാറുണ്ട്. നിങ്ങളെ ഞങ്ങൾ അറിയിക്കുന്ന ഈ സുവിശേഷത്തിന് വിരുദ്ധമായിട്ട് ഞങ്ങളാകട്ടെ സ്വർഗത്തിലൊരു ദൂതനാകട്ടെ നിങ്ങളോട് മറ്റൊരു സുവിശേഷം അറിയിച്ചാൽ ശാപിക്കപ്പെട്ടവരെന്നൊക്കെ നമ്മൾ പാടാറുണ്ട്. എന്നാൽ പൗലോസ് എന്താണ് നമ്മളോട് പറഞ്ഞത്? ആ യേശു ക്രിസ്തുവിനോട് നമ്മൾ ചേരണമെങ്കിൽ ഒന്നാമത് മാനസാന്തരപ്പെടണം. പത്രോസ് അത് തന്നെയാണ് പറഞ്ഞത്, ഒന്നാമത് മാനസാന്തരപ്പെടണം. അതായത് ഇന്നേവരെ പാപപരിഹാരം തരുവാൻ കഴിയാത്ത നമ്മുടെ മതഭക്തിയിലെ പാരമ്പര്യത്തെയും തള്ളിക്കളഞ്ഞ് മനുഷ്യരുടെ മുമ്പിൽ കൊമ്പിട്ടതും കല്ലറയിൽ പോയി തലയിട്ടടിക്കുന്നതും പ്രിയപ്പെട്ട പൗരോഹിത്യ ശുശ്രൂഷയുടെ സമ്പൂർണ്ണമായിട്ട് നീക്കം ചെയ്ത് എനിക്ക് വേണ്ടി സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് കഷ്ടമേറ്റ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് രാജാവായിട്ട് മടങ്ങി വരുന്ന ഈ യേശു ക്രിസ്തുവിനെ ഏകരക്ഷകനും ഏകകർത്താവും ഏകദൈവമായിട്ട് അംഗീകരിച്ച് അവന്റെ മുമ്പിൽ മാത്രമേ തലകുലിക്കാൻ പറയപ്പെട്ടെ. ആത്മീയമായിട്ട് ഒരു മനുഷ്യന്റെ മുമ്പിൽ നിങ്ങൾ തലവണങ്ങല്ല, ഒരു രൂപത്തിന്റെ മുമ്പിൽ പോയി തലവണങ്ങല്ല. യേശു ക്രിസ്തു ആത്മാവായിട്ടാണ് മടങ്ങി വരുന്നത്. അവനെ അല്ലാതെ മറ്റൊരാളുടെ മുമ്പിൽ നിങ്ങൾ തലവണങ്ങുന്നത് നിങ്ങൾ നരകവിധിക്ക് യോഗ്യനാണ്.